ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ LDF സർക്കാരിന്റെ ചുമതലകൾ വഹിച്ച മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്താൽ പെട്ടെന്ന് എങ്ങനെയാണ് CPM-ന് അനാഭിവിതനാകുന്നത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. എന്റെ പ്രിയപ്പെട്ട സൈബർ സഖാക്കളോട് എനിക്ക് പറയുവാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. 2019 കാർഷിക വകുപ്പ് കർഷക ക്ഷേമ സെക്രട്ടറി ആക്കിയതും ജൂലൈ മുതൽ രാജീവിന്റെ GST കമ്മീഷണർ ആക്കിയതും പിണറായി വിജയന്റെ സുപ്രധാനമായ വകുപ്പ് IT വകുപ്പിന് സെക്രട്ടറി ആക്കിയതും തെറ്റായിരുന്നു എന്നൊന്ന് നിങ്ങൾ പ്രസ്താവിച്ചാൽ, അതല്ലെങ്കിൽ പിണറായിയോ രാജീവോ രത്തൻ കേൽക്കർ ഒരു മോശം ഓഫീസറോ സംഘപരിവാർ സഹയാത്രികനോ ആണെന്ന് സമർത്ഥിച്ചാൽ നിങ്ങൾ പറയുന്നത് VD സതീശൻ തിരുത്താൻ തയ്യാറാകും. പക്ഷേ നിങ്ങൾ അവരെ കൊണ്ടത് പറയിപ്പിക്കാൻ തയ്യാറാവണം. ഞാൻ എന്തിനാണ് ഈ കാര്യം പറയുന്നത് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി ഏതോ ഒരു ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സൈബർ ന്യായീകരണ തൊഴിലാളി ഈ നിയമനത്തെക്കുറിച്ച് പറയുന്ന വീഡിയോ ഉണ്ട്. ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങൾ ഒന്ന് കേട്ട് നോക്കുക. മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറി ആരാണ് ഈ രത്തൻ യു ഖേൽക്കർ എന്നല്ലേ ശ്രദ്ധിച്ചു കേൾക്കണം. കേരളത്തെ സംഘപരിവാറിന് തീരെഴുതി കൊടുക്കാനുള്ള സതീശന്റെ കളികൾ ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കണം. കേരളത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു രത്തൻ കേൽക്കർ. ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഖ്യമന്ത്രിയായ ആൾ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ഉദ്യോഗസ്ഥനെ പിടിച്ച് സ്വന്തം സെക്രട്ടറി ആക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന അതേ കീഴ്വഴക്കം കേരളം പോലൊരു സംസ്ഥാനത്ത് നടക്കില്ലെന്ന് നമ്മൾ കരുതിയിരുന്നത്. സതീശൻ മുഖ്യമന്ത്രി ആയതോടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലും സാധ്യമാകുന്ന കാഴ്ച എത്രമാത്രം മോശമായിട്ടാണ്, വളരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. ഇനി ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ അവർ എത്രമാത്രം കളവാണ് പറയുന്നത് മനസ്സിലാവും. ഇനി അതിനുശേഷം അവസാനമായി നിങ്ങൾ ചാനലിൽ വന്ന വേറൊരു വീഡിയോയും കാണുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രത്തൻ കേൽക്കർ ഒരിക്കലും VD സതീശന്റെ നോമിനിയല്ല. കാരണം 2019-2022 കാലയളവിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഒന്നാം പിണറായി സർക്കാരിലെ GST കമ്മീഷണറായി അദ്ദേഹം മാറുന്നു. ആ GST കമ്മീഷണർ റോളിൽ 2022 വരെ ആ ചുമതലയിൽ രത്തൻ യു ഖേൽക്കർ ഉണ്ടായിരുന്നു. പിന്നീട് 2022 എന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ കീഴിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നായ IT വകുപ്പിന് കീഴിലെ IT സെക്രട്ടറി അദ്ദേഹം മാറുന്നുണ്ട്. IT വകുപ്പിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ സുപ്രധാനമായ ചില പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും അനൗൺസ് ചെയ്യുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം രത്തൻ യു ഖേൽക്കറിന്റെ പല വേദികൾ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാരിലെ IT സെക്രട്ടറി ആയിരുന്നു 2022 മുതൽ 24 വരെ രത്തൻ യു ഖേൽക്കർ. എന്ന് വെച്ചാൽ പിണറായിയുടെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു രത്തൻ യു ഖേൽക്കർ IAS എന്ന് സാരം. 2022 മുതൽ 24 വരെ IT സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം 2024 അദ്ദേഹത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ഇതേ പിണറായി വിജയൻ തന്നെ ഇതേ മുഖ്യമന്ത്രി തന്നെ പുതിയ ഡെപ്യൂട്ടേഷനിൽ വിടുന്നതാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ഒരു IAS ഉദ്യോഗസ്ഥനെ നിയമിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആ ഉത്തരവാദിത്തം ചെയ്തത് രണ്ടാം പിണറായി സർക്കാർ തന്നെയായിരുന്നു എന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ 2024 അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ CEO ആയി മാറുന്നു. അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റോളിലേക്ക് പോകുന്നു. ഓരോ ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. 3 IAS ഉദ്യോഗസ്ഥരുടെ പാനൽ സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തിട്ട് അതിൽ നിന്നൊരാളെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ നിയമോപദേശത്തോടെ സംസ്ഥാനത്തിന്റെ ആശീർവാദത്തോടെ കൂടിയാണ് സംസ്ഥാനത്തിന്റെ ഇലക്ഷൻ കമ്മീഷനായി നിയമിക്കുന്നത്. രത്തൻ കേൽക്കർ ഒരു RSS കാരനും സംഘപരിവാർ സഹയാത്രികനുമായിരുന്നെങ്കിൽ ഒരിക്കലും പിണറായി വിജയൻ അദ്ദേഹത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുമായിരുന്നോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സൈബർ സഖാക്കളാണ്. കാരണം ഞങ്ങൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, ചില സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ ജാഗ്രതയ്ക്ക് വേണ്ടിയാണ്. അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ ഒരു അപകടം നടക്കും എന്നുള്ള പ്രതീതി കൊണ്ടാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ പിണറായി വിജയനും CPM നേതാവ് രാജീവും ഉത്തരം പറയണം. ഈ രത്തൻ കേൽക്കർ ഒരു സംഘപരിവാർ സഹയാത്രികനാണോ? കാരണം നിങ്ങളാണ് ഇത്ര കാലം കൊണ്ടുവരുന്നത്. നിങ്ങൾ അത് പ്രൂവ് ചെയ്യുന്നുവെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി തിരുത്താൻ തയ്യാറാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനിയെങ്കിലും ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും അബദ്ധജടിലമായ വാദങ്ങളും നിർത്തി ഈ തോറ്റതൊന്ന് സമ്മതിക്കാൻ ദയവ് ചെയ്ത് തയ്യാറാവണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.